മക്കളെ ആർദ്ര മിസ് ആണ്. യെസ്, അപ്പോൾ സോഷ്യൽ സയൻസിൽ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ജോഗ്രഫിയിൽ നിങ്ങൾക്കറിയാം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട് ആൻഡ് അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് ടൈപ്സ് ഓഫ് റോക്ക് മേജർ ടൈപ്സ് ഓഫ് റോക്സ് ആണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാം? 3 ടൈപ്സ് ഓഫ് എന്താണ് മേജർ റോക്സ് അല്ലെങ്കിൽ മേജർ ടൈപ്സ് ഉണ്ട്. ഇഗ്നിയസ് റോക്സ് ആണ് അതിലൊന്ന് എന്താണ് എന്തൊക്കെയാണ് നമ്മൾ മേജർ ടൈപ്സ് ഓഫ് റോക്സ് എന്ന് പറയുന്നത്? യെസ്, ഇഗ്നിയസ് റോക്സ് ഉണ്ട് ആൻഡ് സെഡിമെൻ്ററി റോക്ക് ഉണ്ട്, മെറ്റാമോർഫിക് റോക്ക് ഉണ്ട്. ഇത് മൂന്നുമാണ് എന്ത്? യെസ്, മേജർ ടൈപ്സ് ഓഫ് റോക്സ് എന്ന് പറയുന്നത് ആൻഡ് നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഗ്നിയസ് റോക്സ് ആണ്. എന്താണ് ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത്? ഇഗ്നിയസ് എന്ന് പറഞ്ഞാൽ ലാറ്റിൻ വേർഡ് വിച്ച് മീൻസ് ഫയർ. അതെന്താണ് എന്ത് ചെയ്തത്? ഈ ഒരു വേർഡ് ഉണ്ടായിട്ടുള്ളത്, ഇഗ്നിയസ് ഉള്ള ഒരു വേർഡ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മോൾട്ടഡ് മാഗ്മയിലെ ഇങ്ങനെ ഉരുകി വന്നിട്ടുള്ള തീ പോലെയുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാഗ്മ എന്ന് വിളിക്കുന്നത്. ഇതെന്ത് ചെയ്യും? സോളിഡ് ഫോമിലേക്ക് മാറും. എപ്പോഴാണ് സോളിഡ് ഫോമിലേക്ക് മാറുന്നത്? ഇത് തണുത്തുറയുമ്പോഴത്തേക്ക് ഇത് കൂൾ ഡൗൺ ആകുമ്പോഴത്തേക്ക് സോളിഡ് ഫോമിലേക്ക് മാറും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? യെസ്, ഇഗ്നിയസ് റോക്സ്. ഇതാണ് ഇഗ്നിയസ് റോക്സ്. എങ്ങനെയാണ് ഉണ്ടാവുന്നത്? യെസ്, മാഗ്മ എന്ത് ചെയ്യുന്നു? ഈ തിളച്ച് മറിയുന്ന നല്ല ചൂടുള്ള മാഗ്മ എന്ത് ചെയ്യുന്നു? കൂൾ ഡൗൺ ആകുമ്പോഴത്തേക്ക് അതിൽ സോളിഡ് ഫോമിലേക്ക് വരും ആൻഡ് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇഗ്നിയസ് റോക്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഈ ഇഗ്നിയസ് റോക്സ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഓക്കെ, യെസ്, ഇൻട്രൂസീവ് ആൻഡ് എക്സ്ട്രൂസീവ് റോക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഇഗ്നിയസ് റോക്സിൽ പഠിക്കാനുള്ളത്. ആൻഡ് അടുത്തൊരു ടൈപ്പ് റോക്കാണ് സെഡിമെൻ്ററി റോക്ക്. നമ്മൾ സെക്കൻഡായിട്ട് പഠിക്കുന്ന ആരെയാണ്? സെഡിമെൻ്ററി റോക്സ് ആണ്. ഇതും ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള സെഡിമെൻഡം വിച്ച് മീൻസ് സെറ്റിൽ ഡൗൺ. ഓക്കെ, ഇതെന്നാണ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, യെസ്, എന്താണ് ഈ ഒരു റോക്കിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. യെസ്, ഓക്കെ. Igneous rocks roll down, crack down and hit each other and are broken down into small fragments. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ഇഗ്നിയസ് റോക്സ് ഉണ്ടല്ലോ, ഇതെന്ത് ചെയ്യുന്നറിയോ? തമ്മിൽ തട്ടിയിട്ട് എന്ത് ചെയ്യും? യെസ്, ക്രാക്സ് ഉണ്ടാവും. ഓക്കെ, ഇത് ഉരുളും. ഓക്കെ, ഈ റോക്സ് ഉരുളുമ്പോൾ ആൻഡ് ഈ റോക്സ് തമ്മിൽ ഇടിക്കുമ്പോൾ എന്തുണ്ടാവും? ക്രാക്സ് ഉണ്ടാവും ആൻഡ് അതെന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് സ്മോൾ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എന്തുണ്ടാവും? യെസ്, ഇങ്ങനെ പൊടിഞ്ഞ് ബ്രേക്കായി സെഡിമെൻറ്റ്സ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ പൊടിഞ്ഞ് വരുന്ന ഈ റോക്കിനെ, ഇഗ്നിയസ് റോക്കിനെയാണ് നമ്മൾ സെഡിമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ സെഡിമെൻറ്റ്സ് എന്താവും? സെഡിമെൻറ്റ്സ് ആർ ട്രാൻസ്പോർട്ടഡ് ബൈ വിൻഡ് ആൻഡ് വാട്ടർ. വാട്ടർ, വിൻഡ് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും? ഈ ഒരു സെഡിമെൻറ്റ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യും ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. ഈ സെഡിമെൻറ്റ്സ് മൂവ് ചെയ്യും. ഓക്കെ, ആൻഡ് those sediments are compressed and hardened. ഓക്കെ, ഇങ്ങനെ മാറ്റുന്ന അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഈ സെഡിമെൻറ്റ്സിന് എന്ത് ചെയ്യും? ഇതെന്താവും മക്കളെ? കംപ്രസ് ആവും. ഇതിങ്ങനെ കൂടിച്ചേർന്നില്ല, ഇത് അമർന്ന് എന്ത് ചെയ്യും? ആൻഡ് ഇതെന്ത് ചെയ്യും? കൂടിച്ചേർന്ന് അമർന്നൊരു ഹാർഡ് ഫോമിലേക്ക് എഗെയിൻ വരും. ഓക്കെ, ഒരു റോക്കിൻ്റെ ഫോമിൽ എഗെയിൻ വരും. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ സെഡിമെൻ്ററി റോക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, സാൻഡ് സ്റ്റോൺ ഉണ്ടല്ലോ, ഇതാണ് സാൻഡ് സ്റ്റോൺ. ഓക്കെ, ഒരു സെഡിമെൻ്ററി റോക്കിന് എന്താണ്? എക്സാമ്പിളാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇഗ്നിയസ് റോക്ക് എന്നാണ് സെഡിമെൻ്ററി റോക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, അത് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. എന്താണ് ഇഗ്നിയസ് റോക്ക് എന്നാണ് എന്തുണ്ടാവുന്നത്? സെഡിമെൻ്ററി റോക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, സെഡിമെൻ്ററി റോക്ക് ഉണ്ടാവുന്നത്. ആൻഡ് ബാക്കിയുള്ള റോക്ക് എങ്ങനെയാണ് ഉണ്ടാവുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പഠിക്കാം. ഓക്കെ, അവസാനത്തെ റോക്ക് എന്താണ്? ഇഗ്നിയസ് റോക്ക് നമ്മൾ പഠിച്ചു, സെഡിമെൻ്ററി റോക്ക് പഠിച്ചു. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോക്ക് എന്ന് പറയുന്നത് തേർഡ് വൺ എന്താണ്? മെറ്റാമോർഫിക് റോക്സ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് മെറ്റാമോർഫിക് റോക്ക്? ഇത് ലാറ്റിൻ വേർഡല്ല, ഗ്രീക്ക് വേർഡാണ്. മെറ്റാമോർഫോസ് എന്ന് പറഞ്ഞല്ലേ, വിച്ച് മീൻസ് ചേഞ്ച് ഓഫ് ഫോം. ഓക്കെ, എന്താണ്? ചേഞ്ച് ഓഫ് ഫോം അതിൻ്റെ ഫോമിൽ എന്തുണ്ടാവുന്നു? മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ആ ഒരു മീനിങ് ആണ് മെറ്റാമോർഫിക്, അല്ലെങ്കിൽ ആ ഒരു വേർഡിൽ നിന്നാണ് മെറ്റാമോർഫിക് റോക്ക് എന്നുള്ള ഒരു പേരുണ്ടായത്. ഓക്കെ, ഒറിജിൻ ചെയ്തത്. എന്താണ് ഈ റോക്കിൻ്റെ പ്രത്യേകത? Igneous and sedimentary rocks can change into metamorphic rocks. അതായത് ബോത്ത് ഇഗ്നിയസ് ആൻഡ് സെഡിമെൻ്ററി റോക്സിന് എന്ത് ചെയ്യാം? മെറ്റാമോർഫിക് ആയിട്ട് ചേഞ്ച് ചെയ്യാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇഗ്നിയസ് റോക്കാണ് എന്താവുന്നത്? സെഡിമെൻ്ററി റോക്ക് ആവുന്നത്. പക്ഷേ മെറ്റാമോർഫിക് റോക്കിൻ്റെ കേസിൽ ബോത്ത് ഇഗ്നിയസ് ആൻഡ് സെഡിമെൻ്ററി റോക്കിന് എന്ത് ചെയ്യാം?
യെസ് ഈ ഒരു മെറ്റാമോർഫിക് റോക്കായിട്ട് മാറാനുള്ള കഴിവുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്താ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടല്ലേ 3 മേജർ റോക്സ് എന്ന് പറയുന്നത്. ഒന്നാമത് നമ്മൾ പഠിച്ചതാണ് യെസ് ഇഗ്നിയസ് റോക്ക് അല്ലേ. യെസ് ഇഗ്നിയസ് റോക്കാണ് നമ്മൾ ആദ്യം പഠിച്ചത്. ആൻഡ് നമ്മൾ പഠിച്ചു സെഡിമെൻ്ററി റോക്ക് പഠിച്ചു. ഇഗ്നിയസ് റോക്ക് എന്നാണ് സെഡിമെൻ്ററി റോക്ക് ഉണ്ടാവുന്നത് നമ്മൾ പഠിച്ചു. ആൻഡ് മെറ്റാമോർഫിക് റോക്ക് പഠിച്ച സമയത്ത് ബോത്ത് ഇഗ്നിയസ് ആൻഡ് സെഡിമെൻ്ററി റോക്ക് എന്ന് എന്തുണ്ടാവും, മെറ്റാമോർഫിക് റോക്ക് ഉണ്ടാവുമെന്ന് പഠിച്ചല്ലേ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ ഒരു ചാപ്റ്റർ എന്നുള്ള. ഓക്കെ യെസ്, അപ്പോൾ ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.